ഇന്ന് നമ്മുടെ ഫെയറുകളിലേക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരവും അതിലേറെ സങ്കടകരവുമായ നിമിഷമാണ്. 3 വർഷത്തെ സന്തോഷകരമായ സ്കൂൾ ജീവിതത്തിലൊടുവിൽ നാം നമ്മുടെ എല്ലാമായ ഈ സ്കൂളിനോടും പ്രിയപ്പെട്ട അധ്യാപകരോടും യാത്ര പറയുകയാണ്. നമ്മോടൊപ്പം തന്നെ ഈ സ്കൂളിനെ വിട്ടുപിരിയുന്നവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ബിനോയ് സാറും അതുപോലെ തന്നെ ലീന ടീച്ചറും ആഗ്നസ് സിസ്റ്ററും. ഒരു കുട്ടിയുടെ വ്യക്തിത്വ രൂപീകരണം നടത്തുന്നത് സ്കൂൾ ജീവിതത്തിൽ നിന്നാണ്. അതിന് വഴികാട്ടിയായി നിന്ന അധ്യാപകരെ നമുക്ക് ഒരിക്കലും മറക്കാതിരിക്കാം. ഈ ഒരു 3 വർഷക്കാലം നമുക്ക് തന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഒരിക്കൽ കൂടി നമുക്ക് ഓർക്കാം. 10ാം ക്ലാസ്സിലെ എക്സാം എഴുതുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി. സ്നേഹബഹുമാനമുള്ള ഹെഡ് മാസ്റ്റർ, ടീച്ചർ, ആഗ്നസ് സിസ്റ്റർ, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, നേരത്തെ ആഗ്നസ് സിസ്റ്റർ പറഞ്ഞതുപോലെ 12 വർഷത്തോളം നിങ്ങൾ പഠനം നടത്തുകയും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒട്ടേറെ കാര്യങ്ങൾ പഠിച്ചു. എണ്ണി നോക്കിയാൽ നമുക്ക് ക്ലിത്തപ്പെടുത്താൻ പറ്റുന്നതിലപ്പുറം എണ്ണിയാൽ ഒടുങ്ങാത്ത വൈജ്ഞാനിക തലങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ഒരു ചോദ്യം, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ശ്രദ്ധ എത്രയായിരുന്നാലും എനിക്ക് നിങ്ങളെക്കാൾ വിശക്കുന്നുണ്ട്, സംസാരിക്കാനാവില്ല. എങ്ങനെ? ഓക്കെ. പിന്നെ ഒരു ചോദ്യം, മുമ്പ് ഒരു പരീക്ഷയ്ക്ക് വന്ന ചോദ്യം. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 2 പേജിൽ കുറയാതെ എഴുതാൻ ഒരു ചോദ്യം വന്നു. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റ് മീൻസ് നിങ്ങളപ്പോഴേക്ക് സിനിമാ തലങ്ങളിലേക്കൊന്നും പോണ്ട, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് 2 പുറത്തിൽ കവിയാതെ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആൻസർ ഉറക്കം പറയണ്ട, നിങ്ങൾ ആരെയാണ് എഴുതുക? മനസ്സിൽ വെക്കുക, പറയേണ്ടതില്ല, വ്യത്യസ്തമായിരിക്കും. ഞാനൊരു അനുഭവം നിങ്ങളുടെ മുമ്പിൽ വായിക്കുകയാണ്. എൻ്റെ വാക്കുകളല്ല, വായിക്കുന്നു, ശ്രദ്ധിച്ചു കേൾക്കാം. മലയാളം 2nd പേപ്പറിൽ കുട്ടികളുടെ എഴുത്തിലുള്ള നൈപുണ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി കൊടുത്ത ഒരു ചോദ്യം ഇതായിരുന്നു: നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഗത്ഭനായ വ്യക്തിയെക്കുറിച്ചും അയാൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും 2 പുറത്തിൽ കവിയാതെ ഒരു ഉപന്യാസം തയ്യാറാക്കുക. കുട്ടികൾ പരസ്പരം നോക്കി, ഇത് കോപ്പി അടിക്കാൻ പറ്റില്ലല്ലോ, പരസ്പരം നോക്കി സംശയങ്ങൾ ഉയർന്നു. മദർ തെരേസയെക്കുറിച്ച് മതിയോ? സച്ചിനെ കുറിച്ച് എഴുതിയാൽ കുഴപ്പമുണ്ടോ? എല്ലാവരും എഴുതി തുടങ്ങി. പീരീഡ് അവസാനിച്ചു, സമയം കഴിഞ്ഞു. പേപ്പർ വാങ്ങി ഞാൻ സ്റ്റാഫ് റൂമിലെത്തി. അധ്യാപകൻ ഒന്നൊന്നായി വായിച്ചു ഗ്രേഡ് ഇട്ട് തുടങ്ങി. ആഹാ, വായിച്ചു ചിരിക്കാനും ചിന്തിക്കാനും ഒരുപാട്. മമ്മൂട്ടി, മോഹൻലാൽ, വിജയ്, മദർ തെരേസ, മുരുകൻ കാട്ടാക്കട, ധോണി, സച്ചിൻ, മഞ്ജു വാര്യർ, അബ്ദുൽ കലാം, അങ്ങനെ നീണ്ട നിരയാണ് ഓരോ പേപ്പറുകളിൽ. ഒന്നും മിണ്ടാതെ, നിങ്ങളുടെ മനസ്സിൽ വേറെ ചില ആളുകൾ വന്നു, അവിടെ നിൽക്കട്ടെ, ഒന്നും മിണ്ടാതെ തിരികെ വന്നു. അടുത്ത പേപ്പർ എടുത്തു വായിക്കാൻ നോക്കിയ ഞാനൊന്ന് ഞെട്ടി. നരേന്ദ്രൻ്റെ പേപ്പറാണ്. 10 ബിയിലെ കുട്ടി, കറുത്ത മഷിയിൽ വടിവർത്ത അക്ഷരങ്ങൾ, ദി ഗ്രേറ്റ് ആർട്ടിസ്റ്റ് കല്യാണിക്കുട്ടി, ബ്രാക്കറ്റിൽ എൻ്റെ അമ്മ. ഒട്ടും കൗതുകത്തോടെയാണ് ഞാൻ വായന തുടർന്നത്. കാരണം നരേന്ദ്രൻ്റെ അമ്മ കല്യാണിയെ എനിക്ക് നന്നായി അറിയാം. അവൻ്റെ അച്ഛൻ്റെ മരണശേഷം കുട്ടികൾ വളർത്താൻ തൊഴിലുറപ്പ് പണിക്ക് പോയും മറ്റുള്ള വീടുകളിൽ അടുക്കളപ്പണി ചെയ്തും കഴിയുന്ന കല്യാണി എങ്ങനെ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആവും? നിങ്ങളുടെ അമ്മയെ ഗ്രേറ്റ് ആർട്ടിസ്റ്റായി എഴുതാൻ മാത്രം ചിന്തിച്ചിരുന്നോ എന്ന് ഈ സമയം ആലോചിക്കുക. ഇവൻ ഇതെന്താ എഴുതി വച്ചിരിക്കുന്നത്? വീണ്ടും ആ അക്ഷരങ്ങളിലേക്ക് കണ്ണോടിച്ചു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗായിക എൻ്റെ അമ്മയാണ്. അവൻ എഴുതിയ അടുത്ത വാചകം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗായിക എൻ്റെ അമ്മയാണ്. ആരുടെ പാട്ട് കേട്ടാണോ ഒരാൾ കരച്ചിൽ നിർത്തുന്നത്, സന്തോഷത്തോടെ ഇരിക്കുന്നത്, സമാധാനത്തോടെ ഉറങ്ങുന്നത്, അത് സ്വന്തം അമ്മയുടെ താരാട്ട് പാട്ട് കേൾക്കുമ്പോഴാണ്. അതുകൊണ്ട് അമ്മയാണ്, എൻ്റെ അമ്മയാണ് ഏറ്റവും വലിയ ഗായിക. ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും കേൾക്കുന്നത് സംഗീതം പഠിച്ചയാളുടെയോ അവാർഡ് കിട്ടിയ ആളുടെയോ സ്വരമല്ല. രാഗവും താളവും ഇല്ലെങ്കിലും
അവന്റെ ഹൃദയത്തിൽ ആഴത്തിൽ സ്പർശിക്കുന്നത് ആ താരാട്ടുപാട്ട് തന്നെ. എൻ്റെ അനുജത്തിയെ ഉറക്കുവാൻ വേണ്ടി അമ്മ പാടിയ താരാട്ടുപാട്ടിനോളം മാധുര്യമേറിയ ഒരു സ്വരവും ഈ ഭൂമിയിൽ ഞാൻ വേറെ കേട്ടിട്ടില്ല. അതെ, എൻ്റെ അമ്മയാണ് ഈ ലോകത്തിലെ ഏറ്റവും മികച്ച ഗായിക. ഞാൻ കണ്ട ഏറ്റവും വലിയ കഥാകാരി എൻ്റെ അമ്മയാണ്. പകലന്തിയോളം പണി കഴിഞ്ഞ് റേഷൻ പീടികയിൽ നിന്നും അരിയും വാങ്ങി വന്ന് ഉണങ്ങാത്ത വിറക് ഊതി ഊതി കത്തിച്ച് കഞ്ഞി. അങ്ങനെ ഒരു കാലം കരിയും പുകയുമേറ്റ അടുക്കളയിൽ അമ്മയ്ക്കൊപ്പം ഞാനും ഏട്ടനും ഇരിക്കുന്നുണ്ടാവും. അടുത്ത് പായിൽ അനുജത്തിയെ കിടത്തിയിട്ടും ഉണ്ടാകും. അപ്പോഴൊക്കെയും അടുപ്പിൽ നിന്ന് എഴുന്ന പുക ചുരുളുകൾ നോക്കി അമ്മ പറഞ്ഞു തന്നിട്ടുള്ള മനോഹരമായ കഥകളോളം മികച്ചവ ഇതുവരെ ഞാൻ എങ്ങും വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. എൻ്റെ അമ്മയാണ് ഏറ്റവും വലിയ ശില്പിയും. ഗോതമ്പ് പൊടി കുഴച്ച് ശോഷിച്ച കയ്യാൽ അവ ഉരുളകളാക്കി സ്റ്റീൽ പാത്രം കമിഴ്ത്തി വെച്ച് അതിനു മുകളിൽ ആ ഗോതമ്പുരുള വെച്ച് ഗ്ലാസ് കൊണ്ട് ചപ്പാത്തി പരത്തുന്ന അമ്മയുടെ ഒരു കഴിവ്. അതേ ഗോതമ്പ് പൊടി കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കി കലത്തിന് മുകളിൽ ഒരു തുണി ചുറ്റിക്കെട്ടി അതിനു മുകളിൽ ആ കൊഴുക്കട്ട വെച്ച് പുഴുങ്ങിയെടുക്കുന്നത് അതേ എൻ്റെ അമ്മയാണ് ഞാൻ കണ്ട ഏറ്റവും വിദഗ്ധയായ ശില്പി. എൻ്റെ അമ്മയാണ് ഏറ്റവും വലിയ അഭിനയത്തിൽ മെഴികൾ നിറയുമ്പോഴും അതരത്തിൽ പുഞ്ചിരി പ്രകാശിപ്പിക്കുന്ന അമ്മയോളം മികച്ചൊരു നടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പട്ടിണി കിടന്നു, മുണ്ട് മുറുക്കിയെടുത്തു, മക്കളെ ഊട്ടി, കുഞ്ഞുങ്ങൾ ഉറക്കമായാൽ കലത്തിൽ കോരി വെച്ച കിണർ വെള്ളം കുടിച്ച് വിശപ്പടക്കുന്ന എൻ്റെ അമ്മയോളം ത്യാഗശീലയായ ഒരാളെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതെ, ഏറെ അഭിമാനത്തോടെ അതിലേറെ സന്തോഷത്തോടെ പറയട്ടെ, എൻ്റെ അമ്മ കല്യാണിക്കുട്ടിയാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ ആർട്ടിസ്റ്റ്. ദി റിയൽ ഹീറോയിൻ എൻ്റെ അമ്മയാണ്. ഒരു കാര്യം കൂടെ പറയാതെ വയ്യ. കണ്ടു നേരിയ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ അച്ഛനെ. പകൽ മുഴുവനും പണി കഴിഞ്ഞ് രാത്രി അടുത്ത വീട്ടിലെ മുറ്റത്ത് ഒരു മല പോലെ കൂട്ടിയിരിക്കുന്ന തേങ്ങ പൊതിക്കുന്ന എൻ്റെ അച്ഛനോളം വലിയ കായികാഭ്യാസിയെ ഞാൻ കണ്ടിട്ടില്ല. ആ സ്നേഹവും കരുതലും കുഞ്ഞിലെ നഷ്ടപ്പെട്ടുവെങ്കിലും അതറിയാതെ വളർത്തിയ എൻ്റെ അമ്മ, ആ അമ്മയെ മറന്നൊരു ജീവിതം എനിക്കില്ല. അമ്മയാണ് ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെയും അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടാമത്തെ മകനായി, ഏട്ടൻ്റെ അനുജനായി, അനിയത്തിക്കുട്ടിയുടെ കുഞ്ഞേട്ടനായി ആ കൊച്ചു വീട്ടിൽ തന്നെ എനിക്ക് പിറക്കണം. അറിയാതെ വയറ്റിൽ കൈവച്ചുപോയി. തൊട്ട് മുൻപ് ടി വിയിൽ കണ്ട വാർത്ത കണ്ണുകളിൽ തിരിഞ്ഞു. അങ്ങനെ പോകുന്നു. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, ഈ പഠനത്തിനിടയിൽ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഞങ്ങളെക്കാൾ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന അമ്മയും അച്ഛനും എന്ന രണ്ട് ചിത്രം, രണ്ട് യാഥാർത്ഥ്യങ്ങൾ നിങ്ങളുടെ പിന്നിലുണ്ട്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ പ്രാർത്ഥനയും അവരുടെ പ്രവർത്തനങ്ങളുമുണ്ട്. അവരെ മറന്നുകൊണ്ടാവരുത് ഇനിയങ്ങോട്ടുള്ള ജീവിതം. സിസ്റ്റർ പറഞ്ഞെടുക്കുന്ന മുതൽ ഒരു ലഹരിയോ ഒരു നുണയലോ അമ്മയെയും അച്ഛനെയും കുടുംബത്തെയും തകർന്നു പോകുന്ന വലിച്ചെറിയപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് പഠനം, അത് അറിവ്, തിരിച്ചറിവായി മാറാൻ സാധിക്കട്ടെ എന്ന് ആ സമയത്ത് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങൾക്കായി ഒരുക്കുന്ന അധ്യാപകർക്കും ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന ഓരോ വ്യക്തിക്കും നന്ദി അർപ്പിക്കുവാൻ അലൻ്റെ മാത്യുവിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഹെഡ് മാസ്റ്റർ ബിനോയ് സാർ, പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാർ, ഇന്ന് നമ്മുടെ സെൻഡ് ഓഫ് ഡേ. വളരെ സന്തോഷവും ഒപ്പം സങ്കടവും നിറഞ്ഞ നിമിഷം. ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മളെ സ്വന്തം മക്കളായി കരുതി നമ്മെ സ്നേഹിക്കുകയും നമ്മോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ ബിനോയ് സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഇന്നീ ചടങ്ങിന് എത്തേണ്ടിയിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാനേജേഴ്സിനും PTA പ്രസിഡന്റിനും അവരുടെ അസാന്നിധ്യത്തിനും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയിലൂടെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് സമൂഹത്തിന് നന്മ പകരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആത്മീയ സിസ്റ്ററിന് എല്ലാവിധ പ്രാർത്ഥനാശംസകളും നന്ദി അറിയിക്കുന്നു. നമ്മുടെ സ്വന്തമായ, നമ്മളെ ഏറെ സ്നേഹിക്കുന്ന, നമ്മളെല്ലാവരെയും നന്നായി മനസ്സിലാക്കി നമ്മോടൊപ്പം എപ്പോഴും
സ്നേഹം കൊണ്ട് ഹൃദയം നിറയ്ക്കുകയും സ്നേഹത്തിലൂടെയും ശാസനയിലൂടെയും അറിവുകൾ പകർന്നു തരികയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ അധ്യാപകർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്നീ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച് സംസാരിച്ച ഷിഫാന ഷെറിന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ഇന്നീ ചടങ്ങിൽ പരിപാടികൾ അവതരിപ്പിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ പരിപാടി അവതരണ ശൈലി കൊണ്ട് മനോഹരമാക്കി തീർത്ത ലനാവർഷയ്ക്കും അവന്തികയ്ക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഈ ഹാൾ റെഡിയാക്കുവാൻ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുകാരെയും അധ്യാപകരെയും അനധ്യാപകരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അധ്യാപകർക്കും അനധ്യാപകർക്കും ഈ പരിപാടിയിൽ സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി. നമ്മുടെ കൂടെ കഴിഞ്ഞ ജൂലൈ മാസം വരെ ഉണ്ടായിരുന്ന ഫൈസൽ, ഇവിടെ ഓഫീസ് സ്റ്റാഫായിരുന്ന ഫൈസൽ, നിങ്ങളോടെല്ലാവരോടും അവൻ്റെ സ്നേഹം, നിങ്ങൾക്കെല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന ആശംസ അറിയിക്കണമെന്ന് പറഞ്ഞു. ഫൈസലിന് വേണ്ടി ആ ആശംസ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. അതിനുള്ള സമയമാണ്. പെൺകുട്ടിയുടെ കാര്യമില്ല. ആ സമയത്ത് ഇവിടെ ഇരുട്ടിനെ അകറ്റി പ്രകാശം തരണമേ എന്ന അർത്ഥം വരുന്ന ഈ മനോഹരമായ ഒരു പ്രാർത്ഥനാ ഗാനങ്ങളുടെ ടീച്ചർ കൂടെ പാടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മനസ്സിൽ പാടും.
പ്രകീർത്തനം പാടി പ്രണമിച്ചിടുന്നേ
നിങ്ങളുടെ നന്മകൾ കൊണ്ട്, നിങ്ങളുടെ ഉള്ളിലെ നന്മകൾ കൊണ്ട് പ്രകാശപ്പെടുന്നവരാണ്. ഇപ്പോൾ നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ദീപത്തിന്റെ വെളിച്ചം നിങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച നിങ്ങളുടെ ദൈവത്തോട്, എൻ്റെ ദൈവത്തോട്, അതൊരു വിശ്വാസമാണ്. എൻ്റെ ദൈവം, ആ ദൈവത്തോട് ഒരു മിനിറ്റ് നമുക്കെല്ലാവർക്കും കണ്ണടയ്ക്കാം. കണ്ണടച്ച് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയോട് നീണ്ട 10 വർഷങ്ങളായി ഞങ്ങൾ പഠിച്ചു, അറിഞ്ഞു, കണ്ടെത്തിയ കാര്യങ്ങളെ ഈ വരുന്ന 17-ാം തീയതിയിലെ പൊതുപരീക്ഷ മുതൽ 31-ാം തീയതി വരെയുള്ള പരീക്ഷകളിൽ വളരെ ഭംഗിയായി ചെയ്യാൻ, എവിടെയാണോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, എവിടെയാണോ ഞാൻ അശക്തനാകുന്നത്, അവിടെ കൊണ്ട് കരങ്ങൾ എനിക്ക് ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം നമ്മളെ ശിക്ഷിക്കുന്ന ദൈവമല്ല, അതിനേക്കാളുമായി നമ്മളെ സംരക്ഷിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് വിശ്വാസം. നമ്മളെ സംരക്ഷിക്കുന്ന ദൈവത്തെയാണ് നമുക്ക് വിശ്വാസം. ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ തെറ്റുകളെല്ലാം മാപ്പാക്കാൻ പുറത്തു തന്ന് ഞങ്ങളെ നല്ല മക്കളായി വളരാൻ സഹായിക്കണം. ഞങ്ങൾക്ക് ഈ പരീക്ഷയിൽ വളരെ ഭംഗിയായി ചെയ്യാൻ, എഴുതാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ അധ്യാപകർ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചു തരുന്നത് പോലെ ഓരോ ചോദ്യങ്ങൾ കാണുമ്പോഴും ഞങ്ങൾക്കത് ഞങ്ങളുടെ ഓർമ്മയിൽ വരാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ഓർമ്മയിൽ വരുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായി ഞങ്ങൾക്ക് പേപ്പറിൽ എഴുതി വെക്കാൻ സഹായിക്കണം. സമയം തികയാൻ നമുക്കറിയാം, പരീക്ഷയിൽ പലപ്പോഴും സംഭവിക്കുന്നത് സമയം തികയാതെ പോകുന്നത്. അപ്പോ വേണ്ട വെളിവ്, വേണ്ട ബുദ്ധി, വേണ്ട വിവേകം, അതിന്റെ പ്രായോഗിക ക്ഷമത ഇവ തന്നുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ അധ്യാപകരും നിങ്ങളോടൊപ്പം ചേർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഇത്രയും കാലവും പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് കിട്ടിയ എന്തെങ്കിലുമൊക്കെ പുണ്യമുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മക്കൾക്ക് ഈ പരീക്ഷയിൽ ഏറ്റവും നന്നായി ചെയ്യാൻ ഈശ്വര ദൈവമേ, കർത്താവേ, പഠിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് സഹായമായി അവരോടൊപ്പം ഉണ്ടാകണം. അവരുടെ ഇടത്തും വലത്തും തുണയായി നിന്നുകൊണ്ട് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഓരോരുത്തരും തനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. നമ്മൾ ഒരുമിച്ച്, നമ്മൾ ഒരു കുടുംബം. ഈ വർഷം ജനുവരി 1-ാം തീയതി മുതൽ ഇവിടെ നിന്ന് പോകുന്നത് വരെ നമ്മൾ ഒരു കുടുംബമാണ്. ആ ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരാൾക്ക് നന്മ വന്നില്ലെങ്കിൽ എല്ലാവരെയും പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സുഹൃത്തുക്കൾക്ക് നന്നായി ചെയ്യാനുള്ള ആ അനുഗ്രഹം തരണം. ഞങ്ങളുടെ ഇടയിലുണ്ടായ അല്പസ്വല്പ നീരസങ്ങൾ എപ്പോഴെങ്കിലും വാക്കുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടോ മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറക്കണം, അത് പൊറുക്കണം. അവർക്കും നന്മയുണ്ടാകട്ടെ, അവരും നല്ലവരായി മാറട്ടെ. അങ്ങനെ ഈ ഹോളി ഫാമിലി സ്കൂളിൽ എൻ്റെ പ്രിയപ്പെട്ട, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ SSLC ബാച്ചിലെ കുട്ടികൾ നല്ല മക്കളായിട്ട് ഈ നാടിന് അവരായിരിക്കുന്ന സ്ഥലത്ത് അവർ നല്ലവരാണ്, നല്ല കുട്ടികളാണ്, നല്ല വ്യക്തികളാണ് എന്ന് പറയുന്നത് ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മോടൊപ്പം, ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കൂടെയുള്ള ദൈവത്തെ തിരിച്ചറിയുക മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ആ ദൈവത്തെ കണ്ടെത്താൻ നിങ്ങളുടെ കയ്യിൽ കത്തി നിൽക്കുന്ന ഈ വെളിച്ചം സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അധ്യാപകരുടെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങളുടെ കൂടെ, നിങ്ങൾക്ക് തുണയായിരിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കും എന്ന് ഒരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ഞങ്ങളുടെ മക്കളെക്കാൾ അധികം എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. നിങ്ങൾ ഞങ്ങളുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഞങ്ങളുടെ നെഞ്ചിന്റെ ഒരു ഭാഗം തന്നെയാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ദൈവമേ, ഞങ്ങളുടെ മക്കളെ നിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. അവരെ കൊണ്ട് നല്ലത് ചെയ്യിപ്പിക്കാനും, നല്ലത് ചിന്തിപ്പിക്കാനും, നല്ലത് പറയിപ്പിക്കാനും, നല്ലത് പ്രവർത്തിപ്പിക്കാനുമുള്ള ശക്തി നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയത്ത്
നമുക്ക് നമ്മുടെ മനസ്സ് പ്രാർത്ഥന നിർഭരം ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ഞാനും ലീന ടീച്ചറും ആൻഡ്ര സിസ്റ്ററും ഞങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ കൂടെയുള്ള ഈ പ്രാർത്ഥന അവസാനത്തെ നിങ്ങൾ ഈ പ്ലസ് വണ്ണിലൊക്കെ പ്രാർത്ഥിക്കണം. ഞങ്ങൾ 3 പേരും ഞങ്ങൾ പഠിപ്പിച്ച ഞങ്ങളുടെ 10ലെ കുട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രാർത്ഥനയുടെ രംഗം അവസാനത്തെ ഇതുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. നിങ്ങളെല്ലാവരും അത് വളരെ മനോഹരമായി ചെയ്തു. അത് ഞങ്ങൾക്ക് തന്ന ദുർദക്ഷിണയായിട്ട് ഞാൻ കണക്കുകൂട്ടുന്നു. നിങ്ങൾക്ക് നന്മയുണ്ടാകട്ടെ എന്ന് മറ്റുള്ള അധ്യാപകരോടൊപ്പം ലേശം കൂട്ടി ഞാൻ സിസ്റ്ററും ടീച്ചറും പ്രാർത്ഥിക്കുകയാണ്. ഇത് നമുക്ക് കിട്ടിയ ഈ നന്മ. എനിക്ക് ഇനി ഒരു കാര്യം കൂടെ പറയാതെ നിങ്ങൾ ഈ വളർത്തി കത്തിച്ച് നിൽക്കുമ്പോൾ പരീക്ഷ കഴിയുന്നത് വരെ നിങ്ങളുടെ അല്പം സൂക്ഷിക്കണം. കാരണം നമ്മൾ സൈക്കിളിൽ കയറുന്ന ദിവസം കൈ വിട്ടാൽ കയറുന്നത് ഏറ്റവും അധികം അപകടങ്ങൾ ഉണ്ടാകുന്ന സമയം ഇതാണ്. അതുകൊണ്ട് പരീക്ഷ എഴുതി തീരുന്നത് വരെ നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് ആപത്തുള്ള അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ആ പരീക്ഷ പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് പോകാൻ കഴിയണം. അതുപോലെ സമയത്ത് വരികയും പോവുകയും ചെയ്യാൻ ഞാൻ ഹോൾ ടിക്കറ്റ് തരുമ്പോൾ